നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അർച്ചന, തന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ലെന്ന് എനിക്കറിയാം. തന്റെ വേദനയുടെ ആഴവും അളവും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സച്ചിനൊന്നും മനസ്സിലാവില്ല. മനസ്സിലായെന്ന് സച്ചിന് മാത്രം തോന്നുന്നതാ. എന്നെ മനസ്സിലായെന്നാണോ അതോ എന്റെ മനസ്സ് മനസ്സിലായെന്നാണോ സച്ചിൻ ഉദ്ദേശിച്ചത്? ഇത് രണ്ടും ഇത്രയും കാലം സച്ചിന് മനസ്സിലായിട്ടില്ല എന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണോ ഞാൻ എന്റെ മനസ്സ് തനിക്ക് മുന്നിൽ ഒരു ഒളിവും മറവില്ലാതെ തുറന്നു വെച്ചത്? അതും എന്നെ മനസ്സിലാക്കിയിട്ടാണോ സച്ചിയുടെ മനസ്സ് തുറന്നത്? അല്ലല്ലോ. സച്ചേട്ടന് വേണ്ടുന്ന ചിലത് എന്നെ ബോധ്യപ്പെടുത്തി അതിലൂടെ സച്ചേട്ടൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഉണ്ടാക്കാൻ. അതല്ലേ അതിന്റെ ശരി? വാഗ്വാദങ്ങൾ നിർത്താനോ അത് സ്ഥാപിച്ചെടുക്കാനോ ഞാനില്ല അർച്ചന. എനിക്ക് തന്റെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള ഒരു യോഗ്യതയില്ല എന്ന് തെളിയിച്ചവനാ ഞാൻ. അതൊക്കെ എന്റെ തെറ്റുകളാണോ ശരികളാണോ എന്നൊന്നും എനിക്കറിയില്ല. തെറ്റുകൾ പൂർണ്ണമായും എന്റേതാ സച്ചേട്ട. മനസ്സുകൊണ്ട് കൂടെ ജീവിക്കുന്ന പെൺകുട്ടിക്ക് വേണ്ടി സച്ചേട്ടൻ വാങ്ങിവെച്ചത് അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും ഞാൻ ഒടുക്കാൻ പാടില്ലായിരുന്നു. എനിക്കിപ്പോ ശരീരത്തിൽ ഒരുതരം വല്ലായ്മ തോന്നുന്നുണ്ട്. എന്തോ ഇഴജന്തുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറി ഇറങ്ങിയതുപോലെ. ഞാൻ അതിനെല്ലാം തന്നോട് ക്ഷമ ചോദിച്ചു. കഴിഞ്ഞത് കഴിഞ്ഞു. എന്നിട്ടും തനിക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുന്നില്ലല്ലോ. ഞാനൊരു സാധാരണ പെൺകുട്ടിയാ സച്ചേട്ടാ. ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാ സച്ചേന്റെ ജീവിതത്തിലേക്ക് ഞാൻ വന്നത്. ഭർത്താവിനെ പറ്റി, വീട്ടുകാരെ പറ്റി, നമ്മുടെ മക്കളെ പറ്റി, അങ്ങനെ എന്തെല്ലാം. ഒരു നിമിഷം കൊണ്ട് ആ സ്വപ്നങ്ങളുടെ ആയുസ് എണ്ണപ്പെട്ട നാളുകളിലേക്ക് ചുരുങ്ങിപ്പോയില്ലേ സച്ചേട്ടാ? എല്ലാ കാര്യങ്ങളും കല്യാണത്തിന് മുമ്പേ തന്നോട് ഞാൻ പറയാൻ ശ്രമിച്ചതല്ലേ? കല്യാണത്തലേന്ന് പോലും തന്നെ രക്ഷിക്കാൻ വേണ്ടി കോള് ചെയ്യുകയും മെസ്സേജ് അയക്കുകയും കത്തെഴുതി അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തവനാ ഞാൻ. എന്നിട്ടും താനെന്തിനാ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ വളർത്തിയത്? സച്ചിൻ എന്റെ മനസ്സിൽ ഭർത്താവായി നിറഞ്ഞത് കല്യാണത്തിന് ശേഷമൊന്നുമല്ലല്ലോ. സച്ചിന്റെ ഫോട്ടോ കണ്ട നാൾ മുതൽ മനസ്സിൽ പതിഞ്ഞ രൂപമല്ലേ. അതങ്ങനെ വളർന്ന് വളർന്ന് ഞാൻ പോലും പിടിച്ചാൽ കിട്ടാത്തത്ര ഉയരത്തില് വളർന്നു പോയി. അതൊക്കെ കുപ്പിവളകൾ പോലെ ഉടച്ചു കളഞ്ഞതും മനസ്സിൽ മാനം മുട്ട വളർത്തിയ ഭർത്താവിന്റെ ഉള്ളിൽ എനിക്കൊരു സ്ഥാനമില്ലെന്നറിഞ്ഞതും നമ്മുടെ ആദ്യ രാത്രിയിലല്ലേ സച്ചേട്ടാ? അന്ന് ആ രാത്രി മുതൽ ഇന്ന് ഈ രാത്രി വരെ എനിക്കൊരു പ്രാർത്ഥനയും പ്രതീക്ഷയും ഉണ്ടായിരുന്നു സച്ചേട്ടാ. എല്ലാം നേരെയാകുമെന്നും സച്ചേട്ടന്റെ ഭാര്യയായി എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നും. പക്ഷെ ഇപ്പൊ ആ പ്രതീക്ഷ പൂർണ്ണമായും അസ്തമിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.